അല്ല, ഈ ധാർമ്മികതയുടെ അളവ് പോലെ തീരുമാനിക്കേണ്ട അവരാണ്. ഇപ്പോൾ ഒരാളിനെ പറ്റി ഒരു ആക്ഷേപം പറഞ്ഞു. ഇപ്പം നിങ്ങൾ എന്നെപ്പറ്റി പണ്ട് ഞാനെന്തോ ഭരണഘടനയെ പറ്റി പ്രശ്നം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വലിയ പ്രശ്നം, ഞാൻ അന്ന് തന്നെ രാജിവെച്ചു. അത് എൻ്റെ ധാർമ്മികതയാണ്. എൻ്റെ പാർട്ടിയെ ഞാൻ പ്രതികൂട്ടിലാക്കാനല്ല ശ്രമിച്ചത്. അത് നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരനാണോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്, അല്ലേ? മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ രാജിവെക്കും. ഞാൻ എൻ്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇത് പാർട്ടിയുടെ പ്രശ്നമല്ല, എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു പ്രയോഗം, അതിനകത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇങ്ങനെ പറയുന്നതിനെപ്പറ്റി വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. മഹാനായ പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ട്, പല ജഡ്ജിമാർ ഞാൻ പ്രസംഗത്തിന് ശേഷം അതിനെപ്പറ്റി പല അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരൻ്റെ നിലയിൽ ഞാൻ ആ പറഞ്ഞത് ശരിയാണോ? അത് ശരിയല്ല എന്ന് നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വളഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ രാജിക്കത്തെഴുതി കൊടുത്തു, ഞാൻ രാജിവെച്ചു. ഹൈക്കോടതി വരെ പോയി. ആ കാര്യം അതിൻ്റെ തീരുമാനമായി. എന്നെ തിരിച്ചു വീണ്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. അപ്പോൾ ധാർമ്മികതയുടെ അളവുകൾ ആരാ തീരുമാനിക്കേണ്ടത്? അത് തീരുമാനിക്കേണ്ടത് ആ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂവിൽ എനിക്ക് വ്യക്തിപരമായ യാതൊരു അഭിപ്രായമില്ല. ഒരു ചെറുപ്പക്കാരനാണ്, വളർന്നു വരേണ്ട ആളാണ്. പക്ഷേ ഞാൻ പറയുന്നു, അയാൾ ബുദ്ധിമാനാണെങ്കിൽ അയാൾ രാജിവെക്കണം. അയാളൊരു ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇപ്പോൾ രാജിവെച്ച് എന്താ അയാൾ ചെയ്യേണ്ടത്? അയാളുടെ നിരപരാധിത്വം തെളിയിക്കണം. അപ്പോൾ അയാളുടെ ഗ്രേസ് കൂടും. അയാളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇയാൾ രാജിവെക്കാൻ പാടില്ല, അതിൻ്റെ ഭാഗമായിട്ട് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഒരു ഭാഗത്തുള്ള രാജിവെക്കണമെന്ന് പറയുന്നു. അയാളെ കൈകാര്യം ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ വീട്ടിൽ വീണിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ആ സുഹൃത്തിനോട് പറയാനുള്ളത്, രാജിവെച്ച് ധാർമ്മികത തെളിയിക്കുക. പാലക്കാട് വെച്ച് ആര് ജയിക്കുക രണ്ടാമത്തെ കാര്യം, അത് പിന്നെ നോക്കാം. നിങ്ങളിനി എവിടെ മത്സരിച്ച് ജയിക്കണമെന്ന് നിർബന്ധമെന്തോ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മത്സരിക്കണമെന്ന് വേറെ ആരും പറ്റത്തില്ലേ? അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ആക്ഷേപം വന്നു, ആക്ഷേപത്തിൻ്റെ തെളിവുകൾ അതിൻ്റെ അളവുകളൊക്കെ ഇനി അന്വേഷിച്ച് പരിശോധിച്ച് പറയേണ്ടതാണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, അതിനെപ്പറ്റി അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ആ അളവുകോലാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, മുകേഷിൻ്റെ ഭാഗത്താണ്, ആരുടെ ഭാഗത്താണ്, അതിനൊരു അളവുകോലുണ്ട്. ഒരാളിനെ പറ്റി ഇപ്പോൾ കോൺഗ്രസ് MLA-മാരെ പറ്റി പറഞ്ഞിട്ട് നാളെ ആരെ പറ്റിയും പറയാം, അതിനൊരു അളവുകോലുണ്ട്. പക്ഷേ ഇത് അതങ്ങനല്ല. ഇത് കുറച്ചുകൂടി കഠിനമായ ഒരു അളവാണ്. ഇച്ചിരി അളവ് കൂടിപ്പോയി. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ? ഈ പരിക്കിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? സ്വയം രാജിവെച്ചിട്ട് മാറിയിട്ട് നിരപരാധിത്വം തെളിയിക്കുക. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, VD സതീശൻ വിരോധികൾ ഒരു കാരണവശാലും ഇയാൾ രാജിവെക്കാൻ സമ്മതിക്കത്തില്ല. VD സതീശൻ്റെ അനുകൂലികൾ ഇയാൾ രാജിവെക്കാൻ സമ്മതിക്കും. കാരണം വിരോധികൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇയാൾ പൂർണ്ണമായും ഫിനിഷാകണം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാക്കും? നിങ്ങളെ മീഡിയക്കാർ പറ. അയ്യോ, അതിനകത്ത് കൊലപാതകം നടക്കും. ഇന്നലെ ഒരു നേതാവിനെ പറ്റി ഞാൻ അറിഞ്ഞത്, അയാൾ 30 പേരുമായി കണ്ണിച്ചാടിച്ചാവുമെന്നാണ് കേട്ടത്. ഇത് ഇങ്ങനൊരു പാർട്ടിക്ക്, ഒരു സംഘടനയ്ക്ക് കേരളത്തിൽ അവർക്ക് ആരെയും നയിക്കാൻ കഴിയും. ഇപ്പോൾ അവസാനം ആരുമില്ല വന്നപ്പോൾ 2 പെൺകൊച്ചുങ്ങളുടെ പേരെടുത്തു. അതിലൊരു കൊച്ച് ആലപ്പുഴക്കാരി കൊച്ച്, നല്ല കൊച്ചാണ്. ആ പെൺകുട്ടിയുടെ പേരെടുത്തു. അപ്പോൾ ഈ ധാർമ്മികതയുടെ അളവുകളിനകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള പുതിയ വഴിയാണ് ഇപ്പം തേടുന്നത്. അപ്പോൾ ഒരു നേതാവിനെ ചിത്രീകരിച്ചപ്പോൾ അവിടെ ജാതി വന്നു. അപ്പോൾ സണ്ണി ജോസഫ് ഏത് ജാതിയാണ്? KSUവിൻ്റെ പ്രസിഡന്റ് ഏത് ജാതിയാണ്? അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആ ജാതിപ്പെട്ടവനായി കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോൾ ആടിയായി. അയാൾ പറഞ്ഞ 30 പേരായിട്ട് കടലിച്ചാടും. അപ്പോൾ ഇങ്ങനൊരു പാർട്ടി, ഒരു കോൺഗ്രസ്, ഒരു യൂത്ത് കോൺഗ്രസ്, പിന്നെ അവരുടെ ഓരോ സംഘടനകൾ, അപ്പോൾ ഇവരെപ്പറ്റി അധികം നമ്മൾ സംസാരിച്ച് നമ്മുടെ ജീവിതം കളയാതിരിക്കുന്നതാണ് നല്ലത്. അവർ സ്വയം ഇല്ലാതാകും. ഇടതുപക്ഷ മുന്നണിക്ക് നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടും നല്ല കാലാവസ്ഥയും കേരളത്തിൽ സംജാതമായി. ഇനി എന്തെങ്കിലും സംജാതമാകുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അവരത് സംജാതമാക്കി തരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. 101%. ഞാൻ എൻ്റെ സുഹൃത്തായ അദ്ദേഹത്തോട് പറയുന്നു, ബോധപൂർവം ബുദ്ധിപരമായും സണ്ണി ജോസഫിൻ്റെ ഭയങ്കരമായ ക്രൂക്കഡ് ബുദ്ധിയാണ് ഈ രാജി. അത് സസ്പെൻഷൻ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് നാളെ തിരിച്ചെടുത്ത പ്രശ്നം തീർത്തോ. ഇത് ധാർമ്മികമായ പ്രശ്നമായതുകൊണ്ട് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഇന്നോടുകൂടി അതങ്ങ് പോയി. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുന്നത് ഈ രംഗത്ത് ഡോക്ടറേറ്റ് എടുത്തവന്മാർ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ രംഗത്ത് ഒരു ചെറിയ ആളിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ മെഡിക്കൽ അതിൻ്റെ ഡോക്ടറേറ്റ് ഇല്ല, റിസർച്ച്, ഭയങ്കര റിസർച്ച് ചെയ്തവന്മാരകത്തിരിക്കുക. അപ്പോൾ ആ സസ്പെൻഷനെ പറ്റിയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അപ്പോൾ ഈ ബോധപൂർവം തന്നെ സസ്പെൻഡ് ചെയ്തത്. കാരണം ഒരു കാലത്ത് ഇയാൾ രക്ഷപ്പെടാൻ പാടില്ല. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സമരം ശക്തിപ്പെടും. ഇത് VD സതീശനെതിരായിട്ട് നീങ്ങാൻ പോവുകയാണ്.
ആദ്യത്തെ വി ഡി സതീശന് സമ്മാനം പറ്റില്ല. കാരണം ഈ കേസിൽപ്പെട്ട പെൺകുട്ടികൾ വി ഡി സതീശനെ കണ്ടു എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മാന്യനായ രാഷ്ട്രീയ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ചാടി വീഴും സിംഹം പോലെ. എന്തുകൊണ്ടാണ് നിയമത്തിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹം ഇത് പറഞ്ഞു വിടാഞ്ഞത്? അത് പറഞ്ഞു വിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സതീശനെ തിരിയും, അത് മറ്റു പലരിലേക്കും തിരിയും. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് തിരിഞ്ഞ് കലങ്ങി മറിഞ്ഞ് ഇയാളെ അങ്ങ് ഫിനിഷ് ചെയ്യും. നിങ്ങൾ എഴുതി വെച്ചു, ഇയാളിപ്പോൾ MLA സ്ഥാനം രാജിവെച്ച് മാന്യത കാണിച്ചാൽ ആ പ്രശ്നം തീരും. അയാൾ തെളിയിട്ട് ശിക്ഷിക്കപ്പെട്ടവരാണ് അന്നേരം ആലോചിക്കുക. അതല്ലാത്തതും കാലം ഇത് കത്തിക്കൊണ്ടേയിരിക്കും. ഇത് സസ്പെൻഷൻ തന്നെ മതി, രാജിവെക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് കത്തി കയറി നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത്.